നമസ്കാരം. കൊല്ലത്തെ പയൽവാൻ ഹോട്ടലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന കൊല്ലത്തെ അതിപ്രശസ്തമായ ഒരു ഹോട്ടലാണ് പയൽവാൻ. 80 വർഷത്തിന് മുകളിൽ പാരമ്പര്യം ഉള്ള ഹോട്ടലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. അന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ഗംഭീരമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ട് ഈ ബിരിയാണി കഴിക്കുന്നത് എനിക്കൊന്ന് 18-19 വയസ്സുള്ള ആ സമയത്താണ്. കൊല്ലം കരുനാഗപ്പള്ളി പുതിയതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അമൃതയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത്. പുതിയതിലുള്ള കലവറ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു ആവശ്യം. അതിനുശേഷം ഞാനൊരു ബിരിയാണി ഫാനായിട്ട് മാറിയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പലർക്കും പല രുചികളാണ് ഇഷ്ടം. എല്ലാവർക്കും ഒരേ രുചികൾ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഈ അടുത്ത് തന്നെ കൊല്ലത്ത് നിന്ന് 2-3 പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ നിന്ന് മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് സലീം ഹോട്ടലാണ്, അതുപോലെ എഴുത്താണി. സലീം ഹോട്ടലിലെ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് ഓക്കെ ആയിരുന്നു. അവിടുത്തെ മട്ടണൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ എഴുത്താണിക്കടയിലെ ബിരിയാണി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത്, എനിക്കറിയില്ല. അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അവിടുത്തെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ പയൽവാൻ ഹോട്ടലിലെ ബിരിയാണിയാണ് മറ്റ് 2 ഹോട്ടലുകളെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത്ര ഗംഭീരം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ കഴിച്ച എല്ലാവർക്കും ഈ ഒരു ബിരിയാണി ഇഷ്ടപ്പെട്ടായിരുന്നു. ബ്ലോഗർമാരുടെ തള്ളു കേട്ട് ഒരിക്കലും എവിടെയും പോയി ഭക്ഷണം കഴിച്ച് അതിനെ വിലയിരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ബിരിയാണി റൈസ് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അത് വിട്ട് വരും, ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല. നല്ല രസമാണ് അത് കഴിക്കാൻ വേണ്ടി. പക്ഷെ മറ്റ് പല ഹോട്ടലുകളിൽ നമ്മൾ കഴിക്കുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും. അത് പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നില്ല. ചൂടോടെയാണ് ഭക്ഷണം കിട്ടുന്നതെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ രുചി കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഈ പയൽവാൻ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.